മീനും പച്ചക്കറികളും ഒന്നും കിട്ടിയില്ലെങ്കിലുവേ ഒരു 5-6 പപ്പടം ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആട്ടോ. എനിക്ക് ആ ഒരൊറ്റ കറി മതി ചോറ് കഴിക്കാനേ. പിന്നെ ഈ പപ്പടം പൊരിക്കുമ്പോഴേ ഞാൻ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമായിരിക്കുന്നു. കാര്യം ഈ പപ്പടം പൊരിക്കുന്ന മണം അങ്ങോട്ട് അടിക്കുമ്പോഴേ എൻ്റെ മോൻ വരും കേട്ടോ, ഫുള്ള് തീർക്കാനായിട്ട്. പിന്നെ എനിക്ക് കറി വെക്കാൻ പോലും കിട്ടില്ലടോ, അവൻ അന്നേരം അത് തീർക്കും കേട്ടോ. അതുകൊണ്ട് അവൻ പുറത്ത് കളിക്കുന്ന സമയം നോക്കി ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറിയാണല്ലോ. അപ്പോഴേ ഇത് ഉണ്ടാക്കാനൊന്നും ഇല്ലടോ, ഒരു ചട്ടിയിൽ കറി വെക്കുന്ന ചട്ടിയിലാണെങ്കിൽ ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് പപ്പടം പൊരിക്കാനുള്ള എണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പപ്പടം എല്ലാം അങ്ങോട്ട് പൊരിച്ചെടുക്കുക. ഒരു 5-6 പപ്പടത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞു പപ്പടം എടുത്തേക്കുന്നത്, അപ്പം നല്ല രസമല്ലേ. ഇനി അതിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് ഉലുവയും കുറച്ച് ചെറിയ ജീരകമൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് തക്കാളി 1-2 എടുത്തോളൂ കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർക്കണം. അത് ഇച്ചിരി ഒരു ആഡംബരമാണെങ്കിലും നല്ല ടേസ്റ്റ് കേട്ടോ. ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴേക്കേ ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം എന്നിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ അങ്ങോട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പപ്പടമൊക്കെ വാരി പിറക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പപ്പടമൊക്കെ ഇട്ട് കൊടുത്തിട്ടേ ഒന്നങ്ങോട്ട് മിക്സ് ആക്കുക. അങ്ങോട്ട് ആ പപ്പടവും ഗ്രേവിയൊക്കെ ആയിട്ട് അങ്ങോട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതില്ലാതെ എന്ത് കറിയല്ലേ. ഇനിയൊന്ന് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ പൊളിയാവിടും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വറ്റിച്ചെടുത്തോളൂ. ഇനി അതങ്ങോട്ട് ചോറിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കഴിക്കണം എൻ്റെ മക്കളെ. പൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കണോ.